ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പോൾ ഇത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് എന്താണ് 2 ആഴ്ചയായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പോൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ? നമ്മുടെ 11 വീക്സ് 11 മൊഡ്യൂൾസ് എന്ന് പറയുന്ന സോ കോൾഡ് 11 മിഷൻ അത് എന്തായി, എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളുടെയൊക്കെ? എൻ്റെത് ഇപ്പോൾ കെമിസ്ട്രി ലാസ്റ്റ് മൊഡ്യൂള് ഈ ആഴ്ചയോടെ തീരും. കെമിസ്ട്രിയുടെ സൂപ്പർ ക്യാപ്സ്യൂള് ഈ ആഴ്ച നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫിസിക്സ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഷെഡ്യൂളിലാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾ ഔട്ട് ഓഫ് ഷെഡ്യൂളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഒന്ന് ആഞ്ഞു പിടിച്ചാലേ എത്തത്തുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 11 വീക്സ് 11 മൊഡ്യൂൾസ് എന്ന് പറയുന്ന ആ ഒരു ഷെഡ്യൂള് മെയിൻറ്റെയിൻ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുക, അത്ര ഹെക്റ്റിക് ആയിരിക്കില്ല. അപ്പം നമുക്കിനി 48 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഞാനൊരു നൈസായിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് തിരികെ വരാം. It's a new dawn. It's a new day. It's a new life. It's a new dawn. It's a new day. It's a new life. It's a new dawn. It's a new day. It's a new life. It's a new life for me. And I'm feeling it. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഓക്കെ, ഇതായിരിക്കുമല്ലേ എല്ലാവരുടെയും അവസ്ഥ. ഓക്കെ, അതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ. ഓക്കെ, സാറില്ല. ഇനി നമുക്ക് 48 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ബി പോസിറ്റീവ്, എപ്പോഴും ബി പോസിറ്റീവ്, ബി ഒപ്റ്റിമിസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. അതായത് ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് സബ്ജക്റ്റ് എക്സ്പേർട്ട് അല്ല. മേ ബി ഒരു ആവറേജ്, ബിലോ ആവറേജ്, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കൃത്യമായി തന്നെ അറിയാം. അപ്പോൾ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എനിക്ക് ഷോർട്ട് ടേം മെമ്മറിയാണ്. ഞാൻ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് മറന്നു പോകും. എനിക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഞാൻ മറന്നു പോകും കാര്യങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കാനായിട്ട് ഞാൻ വില്ലിങ് ആണ്. പിന്നെ നൈസായിട്ട് കുറച്ച് സ്മാർട്ട് വർക്ക്സും കൂടെ അതിനകത്തുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പറഞ്ഞല്ലോ. സോ ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്ത് എങ്കിൽ ഇനിയുള്ള ഈ 48 ദിവസങ്ങളിൽ 38 ദിവസവും ഞാൻ വീഡിയോസ് കാണും, മെറ്റീരിയൽസ് വായിക്കും, MCQs ആൻസർ ചെയ്യും. ഇഫ് പോസിബിൾ, ഇഫ് ഐ ഹാവ് മോർ ടൈം, വേറെ സോഴ്സസിൽ നിന്ന് ഏതെങ്കിലും MCQസോ മറ്റോ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനത്തെ കുറച്ച് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തി നോക്കും. പിന്നെയുള്ള 10 ദിവസം ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്യില്ല, MCQs ആൻസർ ചെയ്യില്ല. ബേസിക് കോൺസെപ്റ്റ്സ്, അതായത് നോട്ട്സ് ഞാൻ റിപ്പീറ്റഡ്ലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാനത് മറന്നു പോവില്ലെങ്കിൽ. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ തന്നെ തീരുമാനിച്ചേ പറ്റൂ ഈ 48 ഡേയ്സ് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എഫക്റ്റീവ്ലി, പ്രൊഡക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറയാം. എനിക്കൊരു ചെറിയൊരു ഹോബി ഉണ്ട്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്. ഞാൻ ഹോം ട്യൂഷൻസ് കൊടുക്കും. അത് ഹൈലി പെയ്ഡാണ്. ഞാനൊരു സബ്ജക്റ്റ് 4 hours ക്ലാസ് എടുക്കുള്ളൂ. പക്ഷെ പെർ സബ്ജക്റ്റ് മിനിമം 6,000 ആണ് റെമ്യൂണറേഷൻ. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുന്നത് സപ്ലി ഉള്ള കുട്ടികൾക്കായിരിക്കും. അതായത് ആക്ച്വലി എനിക്കതൊരു ചലഞ്ചാണ്. സപ്ലി ഉള്ള കുട്ടികളെ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് പാസ്സാക്കി എടുക്കുക. നിങ്ങൾ അർബൻ പ്രോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില തൃശ്ശൂർ എറണാകുളം റീജിയനിലുള്ള നമ്പർ 1 ട്യൂട്ടർ ഞാനായിരിക്കും കഴിഞ്ഞ കൊല്ലം വരെ. പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ
ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രിപ്പറേഷൻ, എല്ലാം ഞാനൊരു ചാലഞ്ചായിട്ടാണ് എടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ജൂലൈയിൽ ഒരു എക്സാം എഴുതണ്ടായി. കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കേരള PSC എക്സാമാണ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2 ആഴ്ച ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് അറിയുമായിരിക്കും, ഗീക്സ് ഫോർ ഗീക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്തൊന്ന് ഞാൻ ലാസ്റ്റ് മിനിറ്റ് നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് അതിൽ നിന്ന് 1 by 1 ആയിട്ട് സബ്ജക്ട് വൈസ് അതങ്ങ് വായിച്ചു പോയി ഞാനൊന്ന്. ഈ 2 ആഴ്ച കൊണ്ട് ഞാൻ ഈ സംഭവം വായിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എക്സാം അറ്റൻഡ് ചെയ്തു. എൻ്റെ നെഗറ്റീവ് മാർക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അറൗണ്ട് 50 മാർക്സ് ഉണ്ടാവും എന്നാണ് ഞാൻ ആൻസർ കീ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, നിങ്ങൾക്ക് 48 ദിവസങ്ങൾ കൊണ്ട് എന്ത് മിറാക്കിളാണ് ചെയ്യാനായിട്ട് സാധിക്കുക. വേറൊരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ഇത്രയും എന്താ പറയുക, ഈസി ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ഇനി PSCയുടെ ഒരു എക്സാമിലും വരില്ല. ഓൺലി 3 സബ്ജക്ട്സ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇത് ഈ 3 സബ്ജക്ട്സ് മാത്രമാണ് നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, ഗേറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കേരള PSCയുടെ എക്സാംസ് എന്ന് പറയുന്നത്, കേരള PSCയോടുള്ള എല്ലാ ബഹുമാനവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഏതാണ്ട് നിങ്ങൾ നേരം സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് നിവിൻ പോളിയുടെ അടുത്ത് നമ്മുടെ മനോജ് കെ ജയൻ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് എന്താ ചെയ്യുന്നത്, മാത്യു എന്താ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ പറയും, ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ കമ്പനിയിൽ വരാത്തത് എന്തോ ചോദിച്ചു. അപ്പോൾ സാറിൻ്റെ കമ്പനിയുടെ പേരെന്താന്ന് മനോജ് കെ ജയന് ഓർമ്മയില്ല. അപ്പോൾ കമ്പനിയുടെ ആ ഒരു കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അപ്പം നമ്മുടെ നിവിൻ പോളി പറയാണ്, സർ ഞാൻ അവിടെ പോയിരുന്നു, പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് പോരാ എന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് കെ ജയൻ ചോദിക്കും, അല്ല പിന്നെ ആരാണ് അങ്ങനെ ചെയ്തേ ചോദിക്കും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയും, അല്ല ഞങ്ങളല്ല. ആക്ച്വലി മനോജ് കെ ജയൻ ഒരു ബിഗ് ഷോട്ടാണ് കേട്ടോ. അപ്പം എന്നിട്ട് മനോജ് കെ ജയൻ നമ്മുടെ എന്താ പറയുക, നിവിൻ പോളിയോട് ചോദിക്കുന്ന കാര്യമാണ്, നിനക്ക് CD റൈറ്റ് ചെയ്യാനായിട്ട് അറിയാവോ? അപ്പോൾ നിവിൻ പോളി മറുപടി പറയും, എനിക്ക് CD മാത്രമല്ല സർ, DVD റൈറ്റ് ചെയ്യാനായിട്ട് അറിയാം. മതി, ആ എക്സ്പീരിയൻസ് മതി. അതാണ് ആക്ച്വലി കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കയ്യിലെടുത്താലുള്ള ഫീല്. അതായത് ഇത്രയേ ഉള്ളൂ പോയിന്റ്. അതായത് അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേരള PSCയിൽ ചോദിക്കുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫണ്ടമെന്റൽസ് അറിയുമെങ്കിൽ മാത്രമേ ഫർദർ കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിയുള്ളൂ. സോ ആ ഫണ്ടമെന്റൽസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നാണ് PSC ടെക്നിക്കൽ എക്സാംസിന് ചോദിക്കുന്നത്. ജനറൽ എക്സാംസിന്റെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുമില്ല, എനിക്ക് അറിയില്ല അത്. പക്ഷേ ഈ ഒരു ഫ്യൂ മന്ത്സിൽ, അതായത് എനിക്കൊരു വെക്കേഷൻ ഒരു 3 മാസം കിട്ടിയായിരുന്നേ. അപ്പം ഞാനൊരു 3 മാസത്തിൽ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടുന്നത്. എൻ്റെ അനാലിസിസ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് നമ്മുടെ ചാനൽ വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതായത് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ് ആയിട്ടുള്ള കുട്ടികളെല്ലാം, അതായത് ഈ BTech കഴിഞ്ഞിട്ടുള്ള കുട്ടികളെല്ലാം MNCസിലായിരിക്കും മിക്കവാറും ഇപ്പം. അല്ലെങ്കിൽ അവർ ഗേറ്റ് സ്കോർ കിട്ടി, ഗേറ്റ് ക്ലിയർ ചെയ്ത് IITs NITസിലൊക്കെ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദെൻ സെൻട്രൽ സെക്ടറിലേക്ക് ജമ്പ് ചെയ്യും, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടിയുള്ള, കുറച്ച് ഉഴപ്പന്മാരായിട്ടുള്ള, അവർക്ക് തലയില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് മെനക്കെടാനായിട്ട് വയ്യാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് ആക്ച്വലി ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്ത കുട്ടികളുടെ ഒരു ടോക്കിൽ നിന്നും അപ്രോച്ചിൽ നിന്നും ഒക്കെ ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. ആ കോണ്ടാക്ട് ചെയ്ത കുട്ടികളിൽ 90% പേരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അതിനകത്ത് തന്നെ പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും, അതായത്
സർവീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം ഈ വർക്കിംഗ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈം കിട്ടൂല പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോസും കണ്ടൻസും ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വേറെ കുറച്ച് ചാനൽസിൻ്റെ വീഡിയോസും കണ്ടൻസൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നേ. അപ്പോൾ ആക്ച്വലി എല്ലാം ലാഗ് ചെയ്ത് അങ്ങ് പോവുകയാണ്. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. സ്ട്രെയിറ്റ് ടു പോയിന്റ്. ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും 1 മാർക്കിനുള്ള കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. കണ്ടന്റ് റിച്ച് ആയിരിക്കണം വീഡിയോസ് എന്ന് പറയുന്നത്. വെറുതെ ലൂസ് ടോക്സ് നടത്തി അല്ലെങ്കിൽ എന്താ പറയുക, വെറുതെ റിപ്പീറ്റ് ചെയ്ത് കണ്ടന്റ്സ് പറഞ്ഞ് അങ്ങനെ ആയിരിക്കരുത് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സമയം എന്ന് പറയുമ്പോൾ വളരെ വിലപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കിഡ്സ് ഉള്ള ആളുകളുണ്ട്, പിന്നെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ചെറിയൊരു അവർ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണത്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണത്. അപ്പം അവർ മെറ്റീരിയൽസ് കിട്ടാതെ ബുദ്ധിമുട്ടരുത്. അതുപോലെ തന്നെ കണ്ടന്റ്സ് നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഡിപ്പെൻസ്. നിങ്ങൾക്ക് തന്നെ ഇത് നിങ്ങളാണ് പറയേണ്ടത്. കണ്ടന്റ്സ് കൊള്ളൂല്ലേ, അതുപോലെ മെറ്റീരിയൽസ് കൊള്ളൂല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ വീഡിയോസ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടന്റ്സ് നമ്മൾ ചെറിയൊരു നിസ്സാരമായിട്ടുള്ള വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ MCQസും ചെയ്യുന്നുണ്ട്, സൂപ്പർ ക്യാപ്സ്യൂൾസ് ചെയ്യുന്നുണ്ട്. വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ്. ആക്ച്വലി ഞാൻ ഇതൊരു ചലഞ്ചായി എടുത്തിരിക്കുകയാണ്. ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് ഐ എം നോട്ട് വർക്കിംഗ് റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിലെ വീഡിയോസും മെറ്റീരിയൽസും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്കിനി 48 ദിവസങ്ങൾ കൂടിയുണ്ട്. ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കേരള BScയുടെ എക്സാം വന്നപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 60 to 70% IEOക്ക് സിലബസിൽ റിപ്പീറ്റേഷൻ വരും എന്നുള്ളത്. അത് വെറുതെ പറഞ്ഞതല്ല, അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോ ആക്ച്വലി അത് 100% ആ സിലബസിൽ റിപ്പീറ്റേഷൻ ആണ് ആക്ച്വലി IEOയിൽ വന്നത് തന്നെ. അപ്പോൾ ഈ IEOക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവര് ഓൾറെഡി പഴയ സിലബസ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പൊ അവരും ഈ പറയുന്ന കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള സിലബസ് കാണുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, ഓക്കെ ഇനി എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, 1 സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ള വളരെ ചുരുക്കം പേരെ കാണൂ. അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിന് വേണ്ടി പഠിച്ച കുട്ടികൾ മാത്രമായിരിക്കും കുറച്ചെങ്കിലും കണ്ടന്റ്സ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് മുന്നിലോട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പോസ്റ്റിലൊക്കെ ആണെങ്കിൽ ആകെ 3 പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു. അവരാരും പഠിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെറും 2% പേരെങ്ങാനും ഉണ്ടാവുമായിരിക്കും ഈ ADക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികൾ. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ പക്കല് 48 ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ജോലി വേണോ? വേണമെങ്കിൽ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഈ 48 ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? സോ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ചാനല് ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളാരും വെറുതെ ഒരു ടൈം പാസിനായിരിക്കില്ല ഈ എക്സാമിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെ നിന്ന് എന്ത് പഠിക്കണം ഇനി എന്നുള്ളത് തപ്പിയെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പഠിക്കേണ്ട സംഭവം അങ്ങോട്ട് തന്നിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ട്. വീഡിയോസും കണ്ടന്റ്സും ഒരുമിച്ച് നിങ്ങൾ നോക്കണം. കാരണം കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അതായത് വീഡിയോയിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടുതലായി പറഞ്ഞേക്കാം, ചില സമയത്ത് മെറ്റീരിയൽസിലായിരിക്കും കണ്ടന്റ്സ് കൂടുതലുണ്ടായിരിക്കുക. അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 48 ദിവസങ്ങൾ കൂടി ഉണ്ട്. 11 മൊഡ്യൂളേ ഉള്ളൂ. ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇത്. അപ്പൊ ഈ 2025 എന്ന് ഈ പുതുവർഷം ഈ മാത്തമാറ്റിക്കലി മാവലായിട്ടുള്ള DC ഫാൻസ് ക്ഷമിക്കണം,
മാത്തമാറ്റിക്കലി മാവലായിട്ടുള്ള 2025 എന്ന് പറയുന്ന വർഷം ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. അപ്പൊ അതിലേക്കുള്ള ഒരു തുടക്കമാവട്ടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഹാർഡ് വർക്ക്. നിങ്ങളങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറട്ടെ. വേണം നമുക്കിത് എന്ന് വിചാരിച്ച് തന്നെ പഠിക്കണം. മിക്കവാറും കുട്ടികളുടെ അവസ്ഥയെല്ലാം ജഗതിയുടെ ആ അവസ്ഥയാണ്. ആ ഒരു കുറച്ചൊക്കെ നമ്മൾ കണ്ട വീഡിയോയിലെ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഫിലോസഫി പറയാം, എന്ത് പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നും നോക്കാതെ പ്രസന്റിൽ നമ്മൾ അലൈവ് ആയിരിക്കുക എന്നുള്ളത്. പക്ഷെ സംടൈംസ് വി നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ. അതുപോലെ തന്നെ പാസ്റ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസസ് ആണ് നമ്മളെ ആ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നതിനും പ്രസന്റ്ലി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിനും നമ്മളെ പ്രാപ്തരാക്കുന്നത്. സോ ഇത് മൂന്നും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഈ പോസ്റ്റ് വേണോ. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ വെറുതെ റാങ്ക് ലിസ്റ്റിൽ കയറാനല്ല, ഒന്നാമത്തെ റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതത്രേ ഉള്ളൂ. ഒരാൾക്കല്ല 1ാം റാങ്ക് കിട്ടുക, 10 ആൾക്ക് സെയിം മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചാൽ 10 പേര് 1ാം റാങ്കിൽ വിട്ടു ഇല്ലേ. ഞാൻ അപ്പോൾ നിങ്ങളോട് വീണ്ടും പറയാണ് കുട്ടികളെ, നിങ്ങൾ 1ാം റാങ്ക് കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുക. ചാനലിൽ നമ്മൾ ഫിസിക്സിന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള വീഡിയോസ് അവൈലബിൾ ആണ്. കെമിസ്ട്രിയുടെ ഇംഗ്ലീഷിലുള്ളത് അവൈലബിൾ ആണ്. മലയാളത്തിലുള്ള വീഡിയോസ് ഈ ആഴ്ചയോട് കൂടെ കംപ്ലീറ്റ് ആവുക, അപ്ലോഡ് ചെയ്ത് കഴിയും. മാത്സിൻ്റെത് ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിത് എന്താ പറയുക, ആക്ച്വലി ടേക്സ് ടൈം. അതാണ്. പിന്നെ എനിക്കൊരു ചെറിയ പരാതിയുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. അതായത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഓൺ ടൈം പറയാം കണ്ടന്റ്സ് ഡെലിവർ ചെയ്യും. ആക്ച്വലി അതിലൊരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അതൊരു ചലഞ്ചായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും മെറ്റീരിയൽസ് തരും. ഞാൻ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മെറ്റീരിയൽ വേണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ലിസ്റ്റും അതുപോലെ തന്നെ സാമ്പിൾ പേജസും എല്ലാം ഇൻഡിവിജ്വലി അയച്ചു കൊടുക്കുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. സോ നിങ്ങളിങ്ങനെ അത് റെഡിയായോ ഇത് റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ ടു ബി ഫ്രാങ്ക് ഇറ്റ് റിസൾട്ട്സ് ഇൻ വേസ്റ്റേജ് ഓഫ് ടൈം. എൻ്റെ ടൈമും കുറേ വേസ്റ്റ് ആവുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ. അപ്പം പിന്നെ ഡൗട്ട്, അപ്പോൾ എന്താ വെച്ചാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ റിയലി വാണ്ട് ടു ഹെൽപ്പ് യു ഓൾ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ആസ്ക് യുവർ ഡൗട്ട്സ് ഇൻ ദാറ്റ് ചാനൽ. ഓക്കെ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. ആക്ച്വലി എനിക്ക് കണ്ടന്റ് ഓൺ ടൈം എനിക്ക് പ്രൊവൈഡ് ചെയ്യണം. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് റിവിഷനും കൂടിയുള്ള ടൈം കിട്ടത്തക്ക രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് ഞാൻ പറയുന്നത് 11 വീക്സ് ആണെങ്കിൽ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ജാനുവരി 15 മുൻപ് എല്ലാ കണ്ടന്റ്സും കവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ശരിക്കും എൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂളാണ് ശരിക്കും. സോ നിങ്ങളൊന്ന് ചെറിയ രീതിയിലൊന്ന് കോപ്പറേറ്റ് ചെയ്യണം ഈ കാര്യത്തിൽ. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ എന്താ പറയാ, അപ്പോൾ വേറെ ഒന്നുമില്ല, 1ാം റാങ്ക് മതി നമുക്ക്. ഓക്കെ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, സെയിം ടൈമിൽ പഠിക്കുക. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടാക്കാം. സൂപ്പർ ക്യാപ്സ്യൂൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര എഫേർട്ട് പുട്ട് ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്നിൻ്റെയും പ്രൈസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓവർ പ്രൈസ്ഡ് ഒന്നും അല്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം പൈസ അടയ്ക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. പക്ഷെ എന്താ പറയുക, ആക്ച്വലി ഐ റിയലി ലൈക്ക് ദിസ്. ആക്ച്വലി ഈ കൈൻഡ് ഓഫ് ഒരു റഷ് ഉള്ളത്, അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉള്ളത്, ഐ റിയലി ലൈക്ക് ദിസ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ടു ബി ഫ്രാങ്ക്, അത് ഞാൻ ചെയ്ത എഫേർട്ടിന്റെ ആ ഒരു റിസൾട്ടാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. സോ യു ഗൈസ് ഓ മീ. അപ്പോൾ
നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി 18 വരെ നമുക്ക് ഈ സ്ട്രഗിൾ ഉള്ളൂ. 18-നുള്ള ആ ഒരു 1.5 മണിക്കൂർ നേരത്തേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കട്ടക്ക് പഠിക്കുക. ഒന്നും നോക്കണ്ട, നോ കോംപ്രമൈസ്. ഇത് വേണം എന്ന് വെച്ച് തന്നെ പഠിക്കുക. ഐ റിയലി വാണ്ട് യു ഓൾ ടു ക്ലിയർ ദിസ്. ഓക്കെ, അപ്പം വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.